പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗമാണ് ഇന്ന് ബഹുമാന്യായ അമിത്ഷാജിയുടെ സാന്നിധ്യത്തിൽ എറണാകുളത്ത് ചേർന്നത്. സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ, ജില്ലാ പ്രഭാരിമാർ എന്നിവരാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പ് വിലയിരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് അമിത്ഷാജി തന്നെ പങ്കെടുത്ത പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വിലയിരുത്തപ്പെടുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. 2025-ലും 2026-ലും കേരളത്തിൽ BJPയെ അധികാരത്തിലേക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് നേതൃയോഗം പ്രധാനമായിട്ടും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. യോഗത്തിൽ കഴിഞ്ഞ 3 മാസക്കാലമായി കേരളത്തിൽ വിവിധ മേഖലകൾ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് അമിത്ഷാജിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി വാർഡ് തലത്തിൽ ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള വികസിത കേരള ടീമിൻ്റെ സംക്ഷിപ്ത രൂപം ബഹുമാനപ്പെട്ട അമിത്ഷാജിയുടെ സാന്നിധ്യത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും അവതരിപ്പിക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിലയിരുത്തലും ചർച്ചയും യോഗത്തിലുണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യോഗത്തിൽ അമിത്ഷാജി സൂചിപ്പിച്ചത്. ഒന്ന്, ദേശസുരക്ഷയ്ക്ക് ഒരു തരത്തിലും പ്രാധാന്യം കൊടുക്കാനായിട്ട് കേരളത്തിലെ മാറി മാറി വന്നിട്ടുള്ള 2 ഗവൺമെന്റുകളും UDF ആയാലും LDF ആയാലും ദേശസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം മാത്രം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുമുള്ള ദേശവിരുദ്ധ ശക്തികൾക്ക് നിർബാധമായിട്ടുള്ള പ്രവർത്തനം നടത്താനുള്ള സ്ഥലമായി കേരളം മാറുന്നത്. ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ഇൻറ്റൻസീവായിട്ടുള്ള ക്യാമ്പയിൻ നടത്തണമെന്ന് യോഗത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും കേരളത്തിലെ യുവാക്കൾ രാജ്യദ്രോഹ സംഘടനകൾക്കും സാമൂഹ്യ വിരുദ്ധ സംഘടനകളുടെയും സ്വാധീന വലയത്തിൽപ്പെട്ടുകൊണ്ട് അവരുടെ ക്രിയാത്മകമായിട്ടുള്ള ശേഷിയെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോവുകയാണ്. ഈ നശീകരണ അജണ്ടയിൽ നിന്ന് ദേശവിരുദ്ധ സംഘടനകളുടെയും സാമൂഹ്യ വിരുദ്ധ സംഘടനകളുടെയും പിടിയിലകപ്പെട്ടു പോയിട്ടുള്ള കേരളത്തിലെ യുവസമൂഹത്തെ വികസനത്തിൻ്റെ അജണ്ടയിലേക്ക് വഴിതിരിച്ചിടാൻ ആവശ്യമായിട്ടുള്ള വലിയ ക്യാമ്പയിനിങ് കേരളത്തിൽ സംഘടിപ്പിക്കണമെന്നാണ് ഇന്ന് യോഗത്തിൽ അമിത്ഷാജി സൂചിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വികസന അജണ്ട ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഗ്രാമപഞ്ചായത്ത് വാർഡ് തലത്തിലുമുള്ള വിഷയങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ വിഷയങ്ങളെ മൊത്തം കേരളത്തിൻ്റെ വികസനവുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസന അജണ്ട ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വികസന അജണ്ടയെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാവണം ഉണ്ടാവേണ്ടത്. അതാണ് കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. കേരളം അഭിമുഖീകരിക്കുന്ന വികസന പ്രതിസന്ധിക്ക്, സാമ്പത്തിക പ്രതിസന്ധിക്ക്, കേരളത്തിലെ സുരക്ഷാ മേഖല ഉണ്ടാകുന്ന വീഴ്ചക്ക് എല്ലാറ്റിനുമുള്ള പരിഹാരം 2026-ൽ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ്. ആ വലിയ ക്യാൻവാസിൻ്റെ തുടക്കമായി 2025-ലെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളെ മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ബഹുമാനപ്പെട്ട അമിത്ഷാജി ഇന്ന് ഞങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ആ റോഡ് മാപ്പിന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന യോഗം അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ ചർച്ച ചെയ്യും. 2025-ലും 2026-ലും കേരളത്തിൽ BJPയെ ജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 21 പരിപാടികൾ ഇന്നത്തെ യോഗത്തിൽ ശ്രീ അമിത്ഷാജി അവതരിപ്പിക്കുകയുണ്ടായി. ആ 21 പരിപാടികൾ കേരളത്തിലെ ജനങ്ങളുടെ സമഗ്രമായ വികസനം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള പരിപാടികളാണ്.
ആ പരിപാടികളുടെ വിശദാംശങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യും. 26-ാം തീയതി മുതൽ 2-ാം തീയതി വരെ മേഖലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ശില്പശാലകളിൽ, പാർട്ടിയുടെ മണ്ഡലമുപരി നേതാക്കന്മാർ പങ്കെടുക്കുന്ന ശില്പശാലകളിൽ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള റോഡ് മാപ്പിന്റെ വിശദമായിട്ടുള്ള ചർച്ചകളും ആലോചനയും നടക്കും. സെപ്റ്റംബർ മാസം 30-ാം തീയതിയോടുകൂടി വാർഡ് തലത്തിൽ വരെ ഈ വികസന അജണ്ട പ്രാവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ പ്രാവർത്തികമാക്കും. ഒക്ടോബർ മാസം 2-ാം തീയതി സ്വച്ഛ ഭാരത ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. വാർഡ് തലത്തിൽ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ജനകീയ കൺവെൻഷനുകൾ നടത്തും. ആ വാർഡിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആവശ്യമായ ജനകീയ അദാലത്തുകൾ സംഘടിപ്പിക്കും. വാർഡ് വികസന സന്ദേശയാത്രകൾ സംഘടിപ്പിക്കും. ഈ ജനകീയ അദാലത്തുകളും വാർഡ് വികസന സന്ദേശത്തിലും എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഉണ്ടാകുക. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ അമിത്ഷാജി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. കേരളത്തിന്റെ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് ആവർത്തിച്ച് കേന്ദ്രം കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കാൻ കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ, നേരത്തെ UDF ഗവൺമെന്റ് ആയാലും ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. PFIയെ നിരോധിച്ചതിന് ശേഷം, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഈ കേരളത്തിൽ മറ്റു പല രൂപത്തിലും പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര ഇന്റലിജൻസ് ആവർത്തിച്ച് കേരള ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. DGPയായി ചുമതലയേറ്റ രമത ചന്ദ്രശേഖർ ഈ കാര്യം പരസ്യമായി സമ്മതിച്ചിട്ടുള്ളതാണ്. STPയുടെ മേൽവിലാസത്തിൽ മറ്റു ചില പേരിലൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്നും കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇത് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും അതിനെതിരായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കേരളത്തിലെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ചില ആളുകൾ പരിശ്രമിക്കുന്നു. കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു ശ്രമവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഈ തരത്തിൽ കുറ്റകരമായിട്ടുള്ള വീഴ്ചകൾ അത് ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് ആയാലും നേരത്തെ UDF ഗവൺമെന്റുകൾ കാണിക്കുന്നു. അതുകൊണ്ട് ദേശസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം 0 ആണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രാമുഖ്യം. അതാണ് അമിത്ഷാജി ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. UDFും LDFും ദേശസുരക്ഷയോട് ഒരു തരത്തിലും ആ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദേശീയ ഗവൺമെന്റിനോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതെന്താ? ദേശീയ സുരക്ഷ ന്യൂനപക്ഷങ്ങൾക്ക് ബാധകല്ലേ? രാജ്യം അപകടത്തിലാകുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്കും ബാധകമല്ലേ? സംസ്ഥാനം ദേശവിരുദ്ധമല്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് ദേശവിരുദ്ധ ശക്തികൾക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല. ജനങ്ങളല്ല ഉത്തരവാദികൾ. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഇത്തരം ശക്തികൾക്കെതിരായി നിൽക്കാൻ തയ്യാറാണ്. അതിൽ ജാതിയും മതമൊന്നുമില്ല. കേരളം അപകടത്തിലായാൽ ഈ എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവരാണ്. അവർ ആ കാര്യത്തിൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. പക്ഷെ ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അധികമായിട്ട് ആർക്കും വോട്ട് ചേർക്കാൻ സാധിക്കില്ല. നിയമപരമായിട്ടല്ലേ ചേർക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ രാജ്യത്ത് എവിടെയും വോട്ട് ചേർക്കാം, നിയമാനുസൃതം. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന നോംസ് ഉണ്ട്. പാർലമെന്റ് പാസ്സാക്കിയ ജനപ്രാതിനിധ്യ നിയമമുണ്ട്. ആ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് 6 മാസം ഒരു സ്ഥലത്ത് നിങ്ങൾ സ്ഥിരമായി താമസിക്കുകയാണെങ്കിൽ, അവിടെ നിങ്ങൾക്കൊരു മേൽവിലാസം ഉണ്ടെങ്കിൽ, അത് റെന്റൽ ബിൽഡിംഗ് ആയാൽ മതി, അവിടെ ഒരു മേൽവിലാസം ഉണ്ടെങ്കിൽ ആ മേൽവിലാസത്തിൽ നിങ്ങൾക്ക് വോട്ടവകാശത്തിന് അപേക്ഷ കൊടുക്കാം. തൊട്ടടുത്ത താമസക്കാരൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇത്രയേ കൊണ്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 6 തിരിച്ചറിയൽ
രേഖയുണ്ട്. അതിലേതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവുകയും 6 മാസം നിങ്ങളുടെ സ്ഥലത്ത് തുടർച്ചയായി താമസിക്കുകയും നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ഈ രാജ്യത്ത് ഇവിടെയും നിങ്ങൾക്ക് വോട്ട് ചേർക്കാം. എനിക്ക് കാശ്മീരിൽ പോയി ചേർക്കാം, കാശ്മീരുകാരൻ ഇവിടെയും ചേർക്കാം. വീട്ടുടമസ്ഥൻ അറിയാതെയാണെന്ന് പറഞ്ഞു. അതൊക്കെ CPM-കാർ ചേർത്ത കള്ളവോട്ടാണ്, ഞങ്ങൾ ചേർത്തല്ല. ജയസാധ്യതയുള്ളിടത്ത് ഞങ്ങൾക്കൊരു 6 മാസം പോയി താമസിക്കാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങളൊരു സ്ഥലത്ത് പോയി താമസിച്ചാൽ എന്താ ബുദ്ധിമുട്ടെന്ന്? അങ്ങനെ ഇപ്പം എല്ലാ സ്ഥലത്തും പോയി താമസിക്കാൻ ഇതൊക്കെ പ്രായോഗികമല്ലല്ലോ. ഞങ്ങൾ ചോദിക്കണം, ഞങ്ങൾ തൃശ്ശൂരിൽ എവിടുന്ന് വോട്ട് ചേർത്തെന്ന് പറയുന്നത്? തൃശ്ശൂർക്കാരുടെ വോട്ടാണ് ചേർത്തത്. അവിടെ പ്രവർത്തിക്കുന്ന 4 or 5 പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടെ വോട്ട് ചേർത്തത്, ബാക്കിയൊക്കെ തൃശ്ശൂർക്കാരാണ്. ആ മണ്ഡലത്തിലുള്ള മുഴുവൻ വോട്ടും ഞങ്ങൾ ചേർക്കും. അതെങ്ങനെ അവിടുത്തെ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യണ്ടേ? അങ്ങനെ ചേർക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കാൻ സാധിച്ചോ? BJP എനിക്കറിയില്ല. BJP അങ്ങനെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ആളുകളെ കൊണ്ടുപോയി വോട്ട് ചേർപ്പിക്കുന്ന പരിപാടി BJPക്കില്ല. അവരവരുടെ മണ്ഡലത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ട്, നിയമപ്രകാരം വോട്ട് ചേർത്തിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണ്ടേ? ഇവർ ചൂണ്ടിക്കാണിക്കട്ടെ അങ്ങനെ വോട്ട് ചേർത്ത്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, BJP ചൂണ്ടിക്കാണിച്ചു, CPM-ന്റെ 2 നേതാക്കന്മാർ ഇങ്ങനെ വോട്ട് ചേർത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വാദമുഖങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങൾ രേഖകൾ ഹാജരാക്കിയപ്പോൾ. അതിന്റെ വിവാദം ഇനിയും കഴിഞ്ഞിട്ടില്ല. എത്ര ദിവസം നിങ്ങളിത് കൊണ്ടു നടക്കും? അതാണ് ഈ രാജ്യത്തെ നിയമം. ഈ രാജ്യത്തെ നിയമം അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് എവിടെയും പോയി വോട്ട് ചേർക്കാം. അതിന് നിയമം തടസ്സപ്പെടുത്തുന്നില്ല. ഈ പറഞ്ഞ കണ്ടീഷൻസ് വേണം. അല്ലാതെ എനിക്കൊരു സ്ഥലത്ത് പോയി വോട്ട് ചേർക്കാൻ സാധിക്കില്ല, ഞാൻ അവിടെ താമസിക്കാതെ. അത് ഞങ്ങളെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ. BJP ഇപ്രാവശ്യം വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി വോട്ട് ഞങ്ങൾ അങ്ങനെ പലരും ആദരിക്കും. വോട്ട് ചേർത്തവരായിരിക്കും. ഏറ്റവും കൂടുതൽ മൻ കി ബാത്ത് പരിപാടി നടത്തിയവരായിരിക്കും. ഏറ്റവും കൂടുതൽ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയവരായിരിക്കും. അത് ഞങ്ങളുടെ സംഘടനാ രീതിയല്ല. ഈ ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത് എനിക്കറിയില്ലല്ലോ. വേണ്ടി വന്നാൽ ചേർക്കുമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് നിയമപരമായ തടസ്സമില്ല. നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ സർ. നിങ്ങൾ തൃശ്ശൂരിൽ ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും വോട്ട് ചേർത്തായിട്ട് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ ഇല്ലേ? അവിടെ ഇലക്ഷൻ, അവിടെ വോട്ട് ചെയ്യണ്ടേ? അമെൻമെന്റ് ഉണ്ടാക്കിയത് MP ഗോവിന്ദന്റെ പാർട്ടി കൂടി പിന്തുണച്ച UPA ഗവൺമെന്റാണ്. അപ്പൊ അവരോട് പോയി ചോദിക്കാൻ പറ. ഞങ്ങളല്ലല്ലോ ഉണ്ടാക്കിയത്, അവരല്ലേ ഉണ്ടാക്കിയത്. ഇപ്പം നാം നടപ്പിലാക്കുന്ന ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അമെൻമെന്റ് പാർലമെന്റിൽ കൊണ്ടുവന്ന UPA ഗവൺമെന്റ് കാലത്താണ്, ഞങ്ങളല്ല. ഓക്കെ. കേരളത്തിൻ്റെ തീരദേശങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ട്. കേരളത്തിൽ തീവ്രവാദ സംഘടനകളോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന മൃദു സമീപനത്തെക്കുറിച്ച് ആശങ്കയുണ്ട്. അതുകൊണ്ട് കേരളം സുരക്ഷിതമാണ് എന്ന അഭിപ്രായം ആർക്കും ഇല്ലല്ലോ, കേരളത്തിൽ ജീവിക്കുന്നവർക്കും ഇല്ലല്ലോ. ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടില്ല. അതിന് ഒരേ ഒരു വഴി ദേശീയ ഗവൺമെൻറ് വരണം, BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വരണം. 2026 ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാവണം. അതിൻ്റെ തുടക്കമാണ് 2025 നിയമസഭ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. അതാണ് ഞങ്ങളോട് അമിത്ഷാജി പറഞ്ഞത്. ഈ പ്രശ്നത്തിന് ഞങ്ങൾ കേരളത്തിലെ വിവിധ വിഷയങ്ങൾ അമിത്ഷാജിയുടെ മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയങ്ങൾക്കുള്ള ഏക പരിഹാരം 2026 കേരളത്തിൽ BJP ഗവൺമെൻറ് വരികയെന്നാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് അമിത്ഷാജി പറഞ്ഞത്. ഞങ്ങൾക്കില്ല.
ഞങ്ങൾക്ക് വികസന അജണ്ടയേ ഉള്ളൂ. ഞങ്ങൾ രാജ്യം മുഴുവൻ വികസന അജണ്ട വെച്ച് വോട്ട് പിടിക്കുന്നവരാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ് പിടിക്കുന്നത്. അമിത്ഷാജിയുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ തയ്യാറാക്കിയതാണ്. അതെ, ഇന്ത്യയിൽ എല്ലായിടത്തും BJP ജയിച്ചിട്ടുള്ളത് ലോക്കൽ ബോഡി ഇലക്ഷനിലൂടെയാണ് നിയമസഭയിലേക്ക് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഗ്രാസ് റൂട്ടിൽ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അല്ലാതെ പലരും പറയും പോലെ മാജിക്കായി വന്നല്ല. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ ലോക്കൽ തലത്തിൽ കഷ്ടപ്പെടുത്ത് പ്രവർത്തിച്ചിട്ടാണ് അവർ ജയിച്ചത്. കേരളത്തിലും അതേപോലെ ശ്രദ്ധിക്കും. കേരളത്തിലും ഷോർട്ട് കട്ട് ഒന്നുമില്ല എന്ന് അമിത്ഷാജി പറഞ്ഞിട്ടുണ്ട്. ജയിക്കാൻ ഒരു ഷോർട്ട് കട്ടുമില്ല, അത്യധ്വാനം ചെയ്ത് പ്രവർത്തിച്ച് ജയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മെസ്സേജാണ് ഇന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് നല്ല കണക്കുണ്ട്. ഞങ്ങൾക്ക് എന്താ കണക്കുറവ്? ഞങ്ങളുടെ കണക്കും തെറ്റാറില്ല, കണക്ക് കൂട്ടലും തെറ്റാറില്ല. ചെറിയ അതെ, അത് മറികടക്കുമല്ലോ. ഞങ്ങൾ തോൽപ്പിക്കാനുള്ള ശ്രമമാണല്ലോ രണ്ടു കൂട്ടം നടത്തുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ അതിനെയും അതിജീവിക്കും.